എല്ലാവർക്കും ബിഗ് ഫാമിലിയുടെ കുക്കിംഗ് വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നോമ്പ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു ബീഫ് കട്ട്ലേറ്റ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു കട്ട്ലേറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടിലുണ്ടാക്കിയിട്ട് ഓർഡർ അനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കുന്ന കട്ട്ലേറ്റാണ്. പലരും നമ്മുടെ വീഡിയോ കാണുന്നവർ പലരും ഓൾറെഡി കഴിച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ കൂടുതലും ചിക്കനാണ് ചെയ്യുന്നത്, ബീഫും ചെയ്യാറുണ്ട്. അപ്പോൾ കഴിച്ചിട്ടുള്ളവരും ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും. അവർക്കും വേണ്ടിയിട്ടും കൂടിയിട്ടാണ് ഈ റെസിപ്പി നമ്മൾ ഷെയർ ചെയ്യുന്നത്. നെയ്യില്ലാത്ത ബീഫ് വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് ഉപ്പും വിനാഗിരിയും ചേർത്ത് വെള്ളത്തിൽ 10 മിനിറ്റ് മുക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല ക്ലീനായിട്ട് കിട്ടും. അതിനെ നമ്മൾ കുക്കറിൽ ഇട്ടിട്ട് 2 ടേബിൾ സ്പൂണോളം ഉപ്പും പൊടിയും 2 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള കുരുമുളക് പൊടിയും അതുപോലെ തന്നെ 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയും ചേർത്തിട്ട് നമ്മൾ വേവിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ എടുത്തിരിക്കുന്ന ബീഫിൻ്റെ അളവ് എന്ന് പറയുന്നത് 2.5 കിലോനാണ് കേട്ടോ. ഇന്നും നമുക്ക് കുറച്ച് കട്ട്ലേറ്റ്സ് ഓർഡർ കൊടുക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത്തിരി ഹ്യൂജ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ആക്ച്വലി ഈ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ബീഫിൻ്റെ അല്ലെങ്കിൽ ചിക്കനോ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കണക്ക് എന്ന് പറയുന്നത് 1 കിലോ ബീഫിലേക്കാണ് നമ്മൾ കണക്കാക്കിയിട്ട് പറയുന്നത്. ഇപ്പോൾ ഞാൻ 2.5 കിലോ എടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് എല്ലാം 2 ടേബിൾ സ്പൂണോളൊക്കെ പൊടികൾ എടുത്തിരിക്കുന്നത്. നോർമലി നമ്മൾ 1 കിലോ ബീഫിനാണെങ്കിൽ നമുക്ക് ഒരു 60 കട്ട്ലേറ്റ്സോളം കിട്ടും. എനിക്കിപ്പോൾ ഏകദേശം ഒരു 150 കട്ട്ലേറ്റ് ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 2.5 കിലോ ബീഫ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ മെഷർമെൻറ്റ്സ് എടുക്കുന്നത്. എല്ലാ ഐറ്റംസും അതിനനുസരിച്ചിട്ട് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഞാനൊരു ജസ്റ്റ് ഒരു ബ്രീഫായിട്ട് പറയാം. 1 കിലോ ബീഫിലേക്ക് നമ്മൾ 1.5 കിലോ ഉരുളൻകിഴങ്ങും അതുപോലെ തന്നെ 750 ഗ്രാം സബോളയും 60 ബീഫ് കട്ട്ലേറ്റാണ് കിട്ടുക. അപ്പോൾ 60 എണ്ണത്തിന് നമ്മൾ 6 മുട്ടയാണ് മെയിൻ വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഈ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ ചേരുവകളും ചേർത്ത് മിക്സ് ചെയ്ത് നമ്മൾ കൈ കഴുകിയിട്ടുള്ള ആ വെള്ളം ജസ്റ്റ് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമ്മൾ ബീഫ് വേവിച്ചെടുത്തു. ബീഫ് വേവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓരോ ബീഫിനും പലതരത്തിലുള്ള വേവായിരിക്കും. അപ്പോൾ ഞാനിവിടെ ചെയ്തത് ഫുള്ളിലിട്ടിട്ട് ഗ്യാസിൻ്റെ തീയെ 1 വിസിലും അതിനുശേഷം ഏറ്റവും ലോവിലിട്ടിട്ട് ഒരു 6 വിസിലടിച്ചു. എന്നിട്ടാണ് നമ്മുടെ ബീഫ് വെന്ത് കിട്ടിയത്. നമ്മൾ കറിക്ക് വേവിക്കുന്ന അത്രത്തോളം വേവിക്കേണ്ട, അതിൻ്റെ തൊട്ട് താഴെയുള്ള അളവിലാണ് നമ്മൾ ബീഫ് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ അത് വെന്ത് കഴിഞ്ഞപ്പോൾ അതിൽ അത്യാവശ്യം നന്നായിട്ട് നെയ്യില്ലാത്ത ബീഫായിട്ട് വാങ്ങിയിട്ടും കൂടി അതിൽ നെയ്യും കുറച്ച് പിന്നെ നമ്മൾ ഒഴിച്ച വെള്ളത്തിനിരുന്നു. അപ്പോൾ അതൊന്ന് ഞാൻ വാർത്തെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിനുശേഷം അതായത് അത്യാവശ്യം നന്നായിട്ട് വെള്ളം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ വാർത്തെടുത്തതിന് ശേഷം ഒന്ന് നമ്മൾ ചട്ടിയിൽ വെച്ചിട്ട് ഒന്ന് വലിയിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒന്ന് ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള ബീഫിലുള്ള വെള്ളം കൂടിയും പോയി അതൊന്ന് ഡ്രൈ ആയി കിട്ടാനായിട്ട് നന്നാവും. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സിയിലിട്ടിട്ട് ബീഫ് ക്രഷ് ചെയ്തെടുക്കുമ്പോൾ അത് കുഴഞ്ഞു പോവാതെ നല്ല വിടർന്നിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയും വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ എന്താ ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ കായോ കൂർക്കൊക്കെ ഇട്ടിട്ട് വേവിച്ച് അതൊരു കറിയാക്കി മാറ്റിയെടുക്കും. അപ്പോൾ ഇപ്പോൾ ഇത് തൽക്കാലത്തേക്ക് നമുക്ക് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ബീഫ് നമുക്ക് പൊടിച്ചെടുക്കുന്നത് ഞാൻ കാണിച്ചില്ല. ജസ്റ്റ് നമ്മൾ മിക്സിയിലിട്ടിട്ട് ക്രഷ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അരയ്ക്കുന്ന രീതിയിൽ ഫ്രണ്ടിലോട്ട് തിരിക്കരുത് മിക്സി, നമ്മൾ ബാക്കിലോട്ട് ചെയ്ത് മെല്ലെ മെല്ലെ ചെയ്തിട്ട് വേണം അത് എടുക്കാൻ. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ഈ ഒരു ഫോമിലേക്ക് കിട്ടുള്ളൂ. നല്ല ഇങ്ങനെ ഒലർന്ന് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇരിക്കേണ്ടത്. ബീഫ് നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കേണ്ടത് കേട്ടോ. അല്ല അതങ്ങ് കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്കത് കട്ട്ലേറ്റിൻ്റെ ഷേപ്പ് ഉണ്ടാക്കുമ്പോൾ നമുക്കത് പിടുത്തം കിട്ടാതെ വരും, പൊട്ടിപ്പോകാനൊക്കെ സാധ്യത കൂടുതലാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഉരുളൻകിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ 2.5 കിലോ ബീഫ് എടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിലേക്ക് 4 കിലോ ഉരുളൻകിഴങ്ങാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 കിലോ ബീഫിലേക്ക് 1.5 കിലോ ഉരുളൻകിഴങ്ങ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഞാൻ 4 കിലോ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം ഉപ്പും പൊടിയും ഒപ്പം തന്നെ ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഉരുളൻകിഴങ്ങ് വേവിക്കാൻ വെക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ കുക്കർ 3 കിലോ ഉരുളൻകിഴങ്ങ് ഈ ഒരു ട്രിപ്പിൽ കൊള്ളുള്ളൂ. അപ്പോൾ 2 പ്രാവശ്യമായിട്ടാണ് നമ്മൾ ഉരുളൻകിഴങ്ങ് വേവിച്ചെടുത്തത്. ജസ്റ്റ് ഉരുളൻകിഴങ്ങ് നന്നായി കഴുകി മുറിച്ചിട്ട് അതിലേക്ക് വെള്ളം ഉപ്പും ചേർത്തിട്ട് വിസിലിട്ടിട്ട് വേവിക്കാൻ വെക്കുകയാണ്. ഫുൾ വിസിലിൽ ഒരു 3 വിസിലടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമൽ നല്ല ഉരുളൻകിഴങ്ങാണെങ്കിൽ നമുക്ക് വെന്ത് കിട്ടും, നല്ല ഉടയ്ക്കാൻ പാകത്തിനായിട്ട് വെന്ത് കിട്ടും. ഇപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ പിന്നെ ബാക്കി എടുത്തിരിക്കുന്നത് പെരിഞ്ചീരകം, അതുപോലെ തന്നെ പച്ചമുളക് ക്രഷ് ചെയ്തത്, ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത്, ഒപ്പം തന്നെ മല്ലിയില എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു കൈപ്പിടി വേപ്പിൻ്റെ ഇല എടുത്തിട്ടുണ്ട്. ഞാൻ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സബോള എടുത്തിരിക്കുന്നത് 1.25 കിലോനാണ് കേട്ടോ. അതായത് ഞാൻ പറഞ്ഞല്ലോ 750 ഗ്രാം എന്നുള്ള രീതിയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ വീണ്ടും ഉരുളി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഓയിലാണ് ഒഴിക്കുന്നത്. നമ്മൾ റിഫൈൻഡ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്, വെളിച്ചെണ്ണയിലല്ല ചെയ്യുന്നത്, ഓയിലിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ നിങ്ങൾ കണ്ട പോലെ ആ ഒരു കപ്പിൻ്റെ ഒരു 3/4 ഭാഗത്തോളം കപ്പ് ഓയിൽ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഈ സബോള വഴറ്റുമ്പോൾ ഓയിൽ കൂടിക്കഴിഞ്ഞാൽ നമുക്ക്
അതിലേക്ക് ഉരുളക്കിഴങ്ങിൻ്റെ കട്ട്ലേറ്റ് ചെയ്യുമ്പോൾ അതിലേക്ക് ഭയങ്കരമായിട്ട് എണ്ണമയം കയറി വരുമ്പോൾ നമുക്കത് പിടിച്ചാൽ കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഓവർ എണ്ണ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ 2.5 കിലോയിലേക്ക് 2 ടേബിൾ സ്പൂണോളം തന്നെ പെരിഞ്ചീരകം ചേർത്തിട്ടുണ്ട്. അതുപോലെ ഏകദേശം 4 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി. അപ്പോൾ ഇഞ്ചി ആണെങ്കിലും വെളുത്തുള്ളി ആണെങ്കിലും 2 ടേബിൾ സ്പൂൺ എന്നുള്ള രീതിയിൽ സെപ്പറേറ്റ് നിങ്ങൾക്ക് ചിന്തിക്കാം. അപ്പോൾ 4 ടേബിൾ സ്പൂണോളം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തതാണ് ചേർക്കുന്നത്. ഇത് നന്നായിട്ട് പെരിഞ്ചീരകം പൊട്ടിയതിന് ശേഷമാണ് ഈ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് മൂപ്പിച്ചെടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക മണവും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ വേപ്പിൻ്റെ ഇലയും ഒപ്പം തന്നെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പച്ചമുളകുമാണ് നമ്മൾ ചേർക്കുന്നത്. ഇതെല്ലാം കൂടി നന്നായി വഴറ്റി ഒരുവിധം സ്മെല്ല് വ്യത്യാസം വരുമ്പോഴാണ് ഞാൻ സബോള ചേർക്കാറുള്ളത്. നന്നായി ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ വേപ്പിൻ്റെ ഇല ഇട്ടിട്ടുണ്ട്. നല്ല ഫ്രഷ് വേപ്പിൻ്റെ ഇല നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വേപ്പിൻ്റെ ഇല ചേർത്തിട്ടുണ്ട്. വേപ്പിൻ്റെ ഇല കുറച്ച് കൂടുതൽ ഇട്ടുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഓരോരുത്തർക്കും നിങ്ങൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് വേപ്പിലയുടെയും പെരിഞ്ചീരകത്തിൻ്റെയൊക്കെ അളവിൽ മാറ്റങ്ങൾ വരുത്താം. ഇതിപ്പോൾ നമ്മൾ കൊടുക്കാനായതുകൊണ്ട് നമ്മൾ ഓർഡർ എടുത്ത് ചെയ്ത് കൊടുക്കുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അതിനായതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ ഫ്ലേവറുകളും നന്നായി കിട്ടാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ നമ്മൾ ചേർക്കുന്നുണ്ട്. ഹോം മെയ്ഡ് കട്ട്ലേറ്റ്സ് എന്നുള്ള പേരിൽ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഞാനിവിടെ വീട്ടിൽ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന അതേ സെയിം റെസിപ്പി തന്നെ കുറച്ച് ഹ്യൂജ് ലെവലിൽ ചെയ്യണു എന്ന് മാത്രം. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഈ കട്ട്ലേറ്റ്സ് കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് നമുക്ക് ഓർഡറുകൾ കിട്ടാറുണ്ട്. നമ്മുടെ കട്ട്ലേറ്റ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വറുത്ത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അതൊരു എന്താ പറയുക ഭയങ്കര ഒരു സോഫ്റ്റ് ആകുമ്പോൾ വലിപ്പം കുറച്ച് കുറവ് ഫീൽ ചെയ്യാറുണ്ട്. ശരിക്കും ആക്ച്വലി നമ്മൾ പരത്തി വയ്ക്കുമ്പോൾ ഒക്കെ കുറച്ച് വലിപ്പം ഉണ്ടാവുമെങ്കിലും കൂടി അത് വറുത്ത് കോരി വരുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരുമ്പോഴത്തേക്കും അതിൻ്റെ വലിപ്പത്തിൽ കുറയും. പക്ഷേ ഒരിക്കലും അതിൻ്റെ ടേസ്റ്റിലോ ഗുണത്തിലോ ഒട്ടും തന്നെ കുറവില്ലാണ്ടാണ് നമ്മുടെ കട്ട്ലേറ്റ്സ് കിട്ടാറുള്ളത്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ കട്ട്ലേറ്റ്സ് കഴിച്ചിട്ടുണ്ട്, നമ്മുടെ കട്ട്ലേറ്റ്സ് കഴിച്ചിട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ കമൻസാണ് എൻ്റെ ഈ ഒരു വീഡിയോയുടെ പ്രോത്സാഹനം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിച്ചിട്ടുള്ളവർ പരമാവധി നിങ്ങൾക്ക് വീട്ടിലുള്ളവർക്ക് കമൻറ്റ് ചെയ്യാൻ, നമ്മുടെ വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെയ്യാൻ അറിയാത്തവർ വീട്ടിലുള്ള ബാക്കിയുള്ള ചെറുപ്പം കുട്ടികളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കമൻസ് എന്താണെങ്കിലും അവരത് ചെയ്തു തരും. അപ്പോൾ നമ്മൾ വീണ്ടും സബോള തകൃതിയായിട്ട് നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സബോള വഴറ്റുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളത് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് സമയമെടുത്ത് ചെയ്യേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത്, അതായത് കടിക്കേണ്ട രീതിയിലല്ല, കുറച്ചൊന്ന് വഴണ്ട് വരുന്ന രീതിയിലേക്കാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സബോള അത്യാവശ്യം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുളക് പൊടി വീണ്ടും ഞാൻ ചേർക്കുന്നുണ്ട്. വീണ്ടും നമ്മളിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയതിന് ശേഷമാണ് നമ്മൾ മുളക് പൊടി ചേർക്കുന്നത്. ഞാൻ ഈ കട്ട്ലേറ്റ്സ് ചെയ്യുമ്പോൾ മെയിനായിട്ട് മറ്റുള്ളവർ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം, ഞാൻ ഇതിൽ മല്ലിപ്പൊടി ചേർക്കാറില്ല കേട്ടോ. പലരും കട്ട്ലേറ്റ്സ് ചെയ്യുമ്പോൾ മല്ലിപ്പൊടി ക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ചെറുപ്പം മുതലേ എൻ്റെ മമ്മി കട്ട്ലേറ്റ്സ് ഉണ്ടാക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കട്ട്ലേറ്റ്സ് ഉണ്ടാക്കാൻ പഠിച്ചത്. അപ്പോൾ അന്ന് മുതലേ എനിക്കൊരു ക്രേസാണ് കട്ട്ലേറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അന്നേ മമ്മി മല്ലിപ്പൊടി ചേർക്കാതെയാണ് ഉണ്ടാക്കി കണ്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതുവരെയും കട്ട്ലേറ്റ്സിൽ മല്ലിപ്പൊടി ചേർത്തിട്ട് ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും മല്ലിപ്പൊടി ചേർത്തിട്ട് ഉണ്ടാക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് മാറ്റി ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ. എനിക്കിത് നന്നായി തോന്നി. അപ്പോൾ നമ്മൾ മല്ലിപ്പൊടിക്ക് ചേർക്കാതെ മുളക് പൊടി മാത്രം ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തു. അതിനുശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ബീഫ് ചേർക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കണം. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി, ഇപ്പോൾ ഇത് 2.5 കിലോ ബീഫും അതിനൊപ്പം തന്നെ സബോളയും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊന്ന് ഇളക്കി എടുക്കാനായിട്ട് കുറച്ച് പാടുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ ഞാൻ ചില സമയങ്ങളിൽ മനേട്ടൻ്റെ സഹായം തേടാറുണ്ട്. കാരണം ഇളക്കൽ എന്ന് പറയുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, കയ്യിന് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സമയങ്ങളിലൊക്കെ ഞാൻ മനേട്ടനെ വിളിക്കും. അപ്പോൾ അതിന് ശേഷം നമ്മൾ 2 ടേബിൾ സ്പൂൺ വീണ്ടും കുരുമുളക് പൊടിയും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണോളം ഗരം മസാലപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. പക്ഷേ എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചേർക്കുന്ന സമയത്ത് എനിക്ക് ഞാൻ തന്നെ ചെയ്യണം എന്നുള്ളൊരു ചെറിയ വാശി വരും. അപ്പോൾ ഞാൻ മനേട്ടൻ വന്നാലും ഞാൻ പിന്നെ പറയും വേണ്ട വെച്ചോക്കോ എന്ന് പറയും. അപ്പോൾ ഇത് മനേട്ടൻ തന്നെയാണ് ഇളക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ കട്ട്ലേറ്റ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എരി കുറച്ച് മുന്നിൽ നിൽക്കണം, അപ്പോഴാണ് അതിന് ടേസ്റ്റ്. ക്രഷ് ചെയ്ത കുരുമുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ചേർക്കാം കേട്ടോ. അപ്പോൾ അതിനൊരു ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നന്നായിട്ടിരിക്കും. അത് ഞാൻ എൻ്റെ ഉള്ളതിനെ അവൈലബിലിറ്റി അനുസരിച്ച് ഞാൻ മാറ്റി ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നന്നായി ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ പുഴുങ്ങാൻ വെച്ച ഉരുളക്കിഴങ്ങ് വെന്ത് കഴിഞ്ഞ് നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് ഉടച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതിങ്ങനെ 2 പാത്രത്തിലേക്ക് ആക്കിയിട്ട് നമ്മൾ ഉടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല പേസ്റ്റ് ആക്കിയിട്ട് നമ്മൾ മസാല ദോശയ്ക്കൊക്കെ ചെയ്യുന്ന പോലെ നല്ല പേസ്റ്റ് ആക്കിയിട്ടാണ് നമ്മൾ ഉരുളക്കിഴങ്ങ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുറേശ്ശെ ആയിട്ടാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. നമുക്ക് പാത്രങ്ങൾ വലിയ പാത്രങ്ങളിലൊന്നും നമ്മൾ ഹോം മെയ്ഡ് അല്ല. അപ്പോൾ നമ്മുടെ അടുത്ത് നമ്മുടെ വീട്ടിലെ പാത്രങ്ങളെല്ലാം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പാത്രങ്ങൾക്ക് അനുസരിച്ചിട്ട് കുഴയ്ക്കാനുള്ള ആൾ വന്നു, കുഴയ്ക്കൽ മാസ്റ്റർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫോം കേട്ടോ. നമ്മൾ എപ്പോഴും വിചാരിക്കും കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ പലർക്കും
പൊട്ടിപ്പോകുന്നുണ്ടായിരിക്കും. അപ്പോൾ ഉണ്ട ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ബോൾ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ഫോം നമ്മുടെ പാത്രത്തിൽ നിന്ന് ഇത്ര സുഖമായിട്ട് വിട്ടു പോരുന്നൊരു ഫോമിലേക്ക് വേണം ആക്കാനായിട്ട്. എന്നാൽ മാത്രമാണ് കട്ട്ലേറ്റ് പൊട്ടാതെയും നല്ല കറക്റ്റായിട്ട് ഷേപ്പൊക്കെ ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിനെ ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് നമ്മൾ റൊട്ടിപ്പൊടിയിൽ മുക്കിയിട്ടാണ് പിന്നീട് പരത്തിയെടുക്കുന്നത്. നിങ്ങൾക്ക് കട്ട്ലേറ്റിൻ്റെ മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് ലൂസായി പോയിന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് റൊട്ടിപ്പൊടി അതിൽ ചേർത്ത് കഴിഞ്ഞാൽ അത് കുറച്ച് കട്ടി കൂട്ടി കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഞാൻ പാത്രത്തിൽ കാണിച്ചിരുന്നില്ല ആ ഒരു ഫോമിലേക്ക് ആക്കിയതിന് ശേഷം നമ്മൾ ഇങ്ങനെയാണ് കട്ട്ലേറ്റ്സ് പരത്തിയെടുക്കുന്നത്. അപ്പോൾ ഞാനൊരു പലകയിൽ നമ്മുടെ കട്ടിംഗ് ബോർഡിൽ തന്നെ റൊട്ടിപ്പൊടി ഇട്ടിട്ട് അതിൽ നമ്മുടെ അച്ചു വെച്ചിട്ടാണ് ചെയ്യാറ്. അപ്പോൾ വീണ്ടും നമ്മൾ ഉരുളി വെച്ചു, വീണ്ടും നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു. അപ്പോൾ 2.5 കിലോ ബീഫ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് 2 ലിറ്റർ ഓയിലാണ് വേണ്ടി വന്നത്. വഴട്ടാനാണെങ്കിലും വറുത്ത് കോരാനാണെങ്കിലും എല്ലാത്തിനും വേണ്ടിയിട്ട് നമുക്ക് 2 ലിറ്റർ ഓയിലാണ് വേണ്ടി വന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ മുട്ട എടുത്തിട്ടുണ്ട്. മുട്ട നമുക്ക് ഏകദേശം ഒരു 16 എണ്ണം വേണ്ടി വന്നിട്ടുണ്ട്. അതായത് 150 കട്ട്ലേറ്റ്സ് ആണ് വേണ്ടത്. 2.5 കിലോയും ഉരുളൻകിഴങ്ങും എല്ലാം ചെയ്ത് വരുമ്പോൾ ഏകദേശം ഒരു 160-125 കട്ട്ലേറ്റ്സ് നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 10 കട്ട്ലേറ്റ്സിന് ഒരു മുട്ട എന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മൾ 16 മുട്ട എടുക്കുമ്പോൾ അത് 160 എണ്ണം. പക്ഷേ ഞാൻ ഇതിൻ്റെ വെള്ളം മാത്രമേ എടുക്കാറുള്ളൂ, മഞ്ഞക്കരു എടുക്കാറില്ല. ഈ വെള്ളക്കരു ഞാൻ മിക്സിയിലേക്ക് പൊട്ടിച്ചിട്ടതിന് ശേഷം അതിലേക്ക് അല്പം വെള്ളം ഒഴിക്കും. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ മിക്സിയിൽ അടിച്ചെടുക്കുകയാണ് ചെയ്യുക. അത് ഒരുപാട് അടിച്ച് വേറിട്ട് പോകരുത്, വെള്ളയും അതിൻ്റെ മറ്റേ കണ്ടൻറ്റും വേറിട്ട് പോവാതെ നോക്കണം. എന്നാൽ മാത്രമേ അതിൻ്റെ കട്ട്ലേറ്റ്സിൽ വരുമ്പോൾ അത് നല്ല കറക്റ്റ് ഒരു ഫോമിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ മിക്സിയിൽ അടിച്ച് വരുന്ന ഒരു ഫോം എന്ന് പറയുന്നത്. നല്ല പതഞ്ഞ് വരുന്ന ഒരു ഫോം, അതായത് നന്നായി മിക്സ് ചെയ്തിട്ട് വരാം. ഇനി ഇതിൽ ഞാൻ വെള്ളമൊന്നും ചേർക്കില്ല. ഇതിപ്പോൾ കണ്ടില്ല, ഇത്രയും ലൂസായിട്ടാണ് ചേർക്കുക. പക്ഷേ ഇങ്ങനെ ലൂസാകുമ്പോൾ പച്ചവെള്ളം പോലെ ഇരിക്കും, അങ്ങനെയൊന്നുമില്ല, നല്ല കറക്റ്റായിട്ടാണ് വരും. ഞാൻ ഇതിൽ വേറെ മൈദയോ കോൺഫ്ലവറോ ഒന്നും തന്നെ ചേർക്കാറില്ല, മുട്ടയിൽ മാത്രമാണ് ചെയ്യാറ്. അപ്പോൾ ഇതാണ് നമ്മുടെ കട്ട്ലേറ്റിൻ്റെ വലിപ്പം എന്ന് പറയുന്നത്. പരത്തി വെച്ചിട്ടുള്ള കട്ട്ലേറ്റ്സ് ആണ്. ഇതിങ്ങനെ നമ്മൾ ഓരോരോ പാത്രങ്ങളിലാക്കിയിട്ട് ഒരുപാട് ഇങ്ങനെ അട്ടിയായിട്ട് നമ്മൾ പരത്തിയതിന് ശേഷമാണ് നമ്മൾ വറുത്ത് കോരുന്നത് കേട്ടോ. അപ്പോൾ ചൂട്ടോടെ സപ്ലൈ ചെയ്യണം എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമാണ്. ഇങ്ങനെ ചൂടാറി കൊടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് എണ്ണ നന്നായി ചൂടാവണം, എന്നാൽ കരിഞ്ഞു പോകാത്ത രീതിയിൽ. എപ്പോഴും കട്ട്ലേറ്റ്സ് എണ്ണയിൽ ഇടുമ്പോൾ തന്നെ എണ്ണ നല്ല ചൂടോട് കൂടി ഇരിക്കുന്ന എണ്ണയിലേക്കാണ് കട്ട്ലേറ്റ്സ് ഇടേണ്ടത്. അല്ലെങ്കിൽ അത് പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കും, പൊട്ടിപ്പോവും. പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കാൻ നിൽക്കുന്നവരുടെ മേത്തേക്ക് തെറിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഞാൻ ഈ പറയുന്നത് ഒരുപാട് പേര് ഓൾറെഡി ഇത് ഉണ്ടാക്കി എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കും. അറിയാത്തവരിലേക്ക് അല്ലെങ്കിൽ പുതിയതായിട്ട് ഇപ്പോൾ കട്ട്ലേറ്റ്സ് ഒക്കെ നല്ലത് ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പഠിക്കുന്ന ബാച്ചിലേഴ്സിനൊക്കെ ആണെങ്കിലും അവർക്ക് ഈച്ച് ആൻഡ് എവറി കാര്യങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അല്ലെങ്കിൽ എനിക്ക് ഷോർട്ടാക്കി പറഞ്ഞ് തീർക്കാം, പക്ഷേ ഓരോ കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നത്. ഞാൻ ഈ കട്ട്ലേറ്റ്സ് ഉണ്ടാക്കുന്നത് ഭയങ്കര ആസ്വദിച്ചിട്ടും ആഗ്രഹിച്ചിട്ടാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരും നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അവരും ചെയ്യണമെന്നുള്ള ഒറ്റ ഒരു ആഗ്രഹത്തിലാണ് ഇത്രയും. പലരും പറയും ലെങ്ത്ത് കൂടുന്നത്, എന്തിനാ ഇത്രയും നീട്ടി വലിച്ച് പറയുന്നതെന്നൊക്കെ. പക്ഷേ അറിയുന്നവർക്ക് ചിലപ്പോൾ ഇതിൽ നീട്ടി വലിച്ചിട്ടായിട്ട് തോന്നുന്നുണ്ടായിരിക്കും. പക്ഷേ ചെറുപ്പക്കാർക്കോ അല്ലെങ്കിൽ പുതിയതായിട്ട് ചെയ്യുന്നവർക്കോ നല്ല കട്ട്ലേറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അവർക്കത് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ കുറച്ച് നേരം മൊരിഞ്ഞതിന് ശേഷം മാത്രമേ മറിച്ചിടാവൂ, അല്ലാന്നുണ്ടെങ്കിലും അത് പൊട്ടിപ്പോകും കേട്ടോ. അപ്പോൾ തീ ഏകദേശം എപ്പോഴും കട്ട്ലേറ്റ്സ് ഇടുമ്പോൾ ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അത് വെച്ച് കരിഞ്ഞു പോകണ അത്രയും തീ വരരുത്, വെച്ചിട്ട് പിന്നീട് അതൊരു മീഡിയത്തിലേക്ക് ആക്കാം. പക്ഷേ ഒരിക്കലും ലോ ഫ്ലെയിമിൽ ഇടരുത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയാണ് നമ്മൾ ഈ കട്ട്ലേറ്റ്സ് വറുത്തെടുക്കുന്നത് കേട്ടോ. ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിതിന് ഉപയോഗിക്കുന്ന തവി പരമാവധി കനം കുറഞ്ഞതായിരിക്കാൻ ശ്രമിക്കുക. കട്ടി കൂടിയ തവി കൊണ്ട് നമ്മൾ ഇതുപോലെ മറയ്ക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ പൊട്ടാനായിട്ടുള്ള സാധ്യത കൂടും. ഇങ്ങനെ 2 ഭാഗവും മറച്ചിട്ടിട്ട് കറക്റ്റ് അളവിൽ വറുത്ത് കോരി എടുക്കുക. എന്നിട്ട് ഓട്ടയുള്ള ഒരു പാത്രത്തിലേക്ക് വെക്കുക. അപ്പോഴാണ് അതിൻ്റെ എണ്ണയൊക്കെ വാർന്ന് പോയി നല്ല കറക്റ്റ് ഒരു ഫോമായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നല്ല ഭംഗിയുള്ള കട്ട്ലേറ്റ്സ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറ്റട്ടെ. നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ കട്ട്ലേറ്റ് ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ടെന്നുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ഞങ്ങളെ അറിയിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ തരുന്ന പ്രോത്സാഹനമാണ് ഞങ്ങൾക്ക് ഈ കൂടുതൽ വീഡിയോകൾ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ ബിഗ് ഫാമിലിയിൽ ഇത്രയും കുട്ടികളെ വെച്ച് നമ്മൾ സാധനങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ആ വീഡിയോകൾ എടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ ഒരു പ്രോത്സാഹനവും നിങ്ങളിലേക്ക് നിന്ന് കിട്ടുന്ന ഒരു റെസ്പോൺസും പ്രതീക്ഷിച്ചുകൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻസിനൊക്കെ നമ്മൾ അത്രയും വില കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക്